ചന്തയിൽ വലിയ പശുവും ചെറിയ പശുവും രണ്ടും വരും. 25 തൊട്ടേ കിട്ടും ചേട്ടാ. നമുക്ക് ഏത് പശു എടുത്തു കൊടുത്താൽ നമുക്ക് ഒരുപോലെ കമ്മീഷൻ തന്നെയാണ്. പാർട്ടിക്കാർക്ക് എങ്ങനെ പശു വേണമോ ആ ടൈപ്പിൽ ഞങ്ങൾ പശു എടുത്തു കൊടുക്കും. മാർക്കറ്റ് കൊള്ളാം. പശുവുണ്ട്, നല്ല സെലക്ഷനും ഉണ്ട്. അവർ വലിയ വിലയൊക്കെ പറയുന്നുണ്ട്, നമ്മൾ നോക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ബാർഗൻ ചെയ്ത് എടുക്കുക. നമ്മുടെ മിഥുനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? മിഥുൻ കുഴപ്പമില്ല, പക്ക കൊള്ളാം. ഞങ്ങൾ വന്നപ്പോൾ മിഥുനാണ് സാധനങ്ങളെല്ലാം എടുത്തു തന്നെ. അതെ. കേരളമടക്കം 5ഓളം സംസ്ഥാനങ്ങളിൽ നിന്നും പശുക്കളെ വാങ്ങാൻ ആൾക്കാർ വരുന്ന മാർക്കറ്റ്, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റായ ഈറോഡ് മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ ആഴ്ച കൂടുതലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കീം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് കാണാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളോടൊപ്പം സുഭാഷ് ബ്രദറുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പുള്ളിയോട് തന്നെ ചോദിക്കാം. സുഭാഷ് ബ്രോ, ഇപ്രാവശ്യം കൂടുതൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണല്ലോ? ഇപ്പോൾ കേരളക്കാർ ഇന്ന് ഇഷ്ടംമാതിരി ആൾക്കാർ വന്നായിരുന്നു. ഓക്കെ. ഇന്ന് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ 500-600 പശുക്കൾ ഇന്ന് പോകുന്നുണ്ട്. ഇവിടെ തന്നെ പോകുന്നുണ്ട്. നമുക്ക് ശരാശരി ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ എത്ര പശുക്കൾ വന്നിട്ടുണ്ടാവും ചേട്ടാ? അത് പറയാനേ പറ്റില്ല ചേട്ടാ. അത് ഈ വീഡിയോ കാണുന്നവർക്ക് മാക്സിമം എല്ലാം, ഈ വീഡിയോ കാണുന്ന 70% ആൾക്കാർ ആൾറെഡി ഈറോഡ് വന്നവരാണ്. അവർക്ക് എല്ലാവർക്കും അറിയാം ഈ ഈറോഡ് എത്ര പശുക്കൾ വരും, എത്ര മണിക്ക് ചന്ത കൂടും. ചന്ത കൂടുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 3 മണിക്ക് കൂടും. രാവിലെ 3 മണി തൊട്ട് ഒരു 8 മണി വരെ നല്ല പീക്കായിട്ടുണ്ടാകും. ഇപ്രാവശ്യം നമ്മൾ വന്നതെല്ലാം കൂടുതലും ചെറിയ പശുക്കളാണല്ലോ. എന്ത് പറ്റി ചേട്ടാ? അങ്ങനെയല്ല, ഈ ചന്തയിൽ വലിയ പശുവും ചെറിയ പശുവും രണ്ടും വരും. ഇപ്പോൾ നമ്മുടെ പാർട്ടി വന്നവർ പറഞ്ഞാൽ നമുക്ക് 35-40 ആ റേഞ്ചിൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് ഈ 35-40 28 കൂടെ പശുക്കളുണ്ട് ഇതിൽ. ഈ പശുക്കളെ ഇത് 28 മേടിച്ചത്. അപ്പോൾ ആ റേഞ്ച് വരെ നമുക്ക് പശുക്കൾ ഇവിടെ കിട്ടും ചേട്ടാ. 25 തൊട്ടേ കിട്ടും ചേട്ടാ. അതായത് നമുക്ക് ഏത് പശു എടുത്തു കൊടുത്താൽ നമുക്ക് ഒരുപോലെ കമ്മീഷൻ തന്നെയാണ്. പാർട്ടിക്കാർക്ക് എങ്ങനെ പശു വേണമോ ആ ടൈപ്പിൽ ഞങ്ങൾ പശു എടുത്തു കൊടുക്കും. ഞങ്ങൾ വന്ന് ഇത് ചേട്ടാ നിങ്ങൾ ഇത് എടുക്കുക അത് എടുക്കുക നമ്മൾ ധൃതിപ്പെടുത്തില്ല. ഞങ്ങൾ വന്നപ്പോൾ അവരോട് ഒരു ചായക്കടയിൽ വിളിച്ചുകൊണ്ട് പോയി നമ്മൾ ചോദിക്കും, ചേട്ടാ നിങ്ങൾക്ക് എങ്ങനത്തെ പശു വേണം, നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം ചോദിക്കും. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ബഡ്ജറ്റ് 50 ആണ്, 60 ആണ്, 40 ആണ് ചേട്ടാ, നമുക്ക് സ്കീം ഇത്രേ ഉള്ളൂ, ഇത്രയാണ്, ഇതിൽ ഇത്ര പശു വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കും അവർക്ക്. പരിപാടി. പിന്നെ ഇതുപോലത്തെ പശുക്കളെ കണ്ടിട്ട് അങ്ങനത്തെ എല്ലാം ചോദിക്കരുത്. ഇതെല്ലാം 1 ലക്ഷം, അത് 1.10 ആ റേഞ്ച് വരുന്നതാണ്. ഡിപ്പെൻഡ് ആണ്, അതിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് അതിന്റെ റേറ്റ്. ഇത് ഇപ്പൊ മുന്നിൽ പോകുന്ന പശുവില്ലേ അത് 1.10 ആണ്, ഇത് 1.5 ആണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് 3-4 ചെങ്ങായിമാരെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചേട്ടൻ പേരെന്തായിരുന്നു? രാജീവൻ. ചേട്ടനോ? ബിനു. രമേശ്. ഓക്കെ. എവിടെ സ്ഥലം? എവിടെയാണ് സ്ഥലം? ഇടുക്കിയാണ്. കുമളി. ഇപ്പൊ എത്ര നാളായി ഈ ഒരു കാർഷിക മേഖലയിൽ? ഒരു 10 വർഷത്തോളമായി. 10 വർഷത്തോളമായി. നമ്മൾ ഈറോഡ് ഫസ്റ്റ് ടൈമാണ്. എങ്ങനെയുണ്ട് മാർക്കറ്റ്? കൊള്ളാം. പശുവുണ്ട്, നല്ല സെലക്ഷനും ഉണ്ട്. പിന്നെ വില നമ്മൾ പറഞ്ഞു മേടിക്കാന്നുള്ളൂ. ബാർഗൻ ചെയ്ത് എടുക്കുക. നമ്മൾ എത്ര പശുക്കൾ എടുത്തു? നമ്മളിപ്പോൾ 5 എണ്ണം നിലവിൽ എടുത്തിട്ടുണ്ട്. 5 എണ്ണം എടുത്തിട്ടുണ്ട്. 5 എണ്ണം എടുത്തത് അതൊന്ന്, ഇത് 2, ഇത് 4, അതൊന്ന് 5 എണ്ണം. അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും നമുക്ക് എങ്ങനെയുണ്ട് പ്രൈസ്? പ്രൈസ് എടുത്തെല്ലാം നമ്മുടെ നാട്ടിലെത്തുമ്പം സെയിം ആണ്. പക്ഷെ നാട്ടിൽ പശുവിനെ കിട്ടാനില്ല. അതുകൊണ്ടാണ് എല്ലാവരും തമിഴ്നാട്ടിലോട്ട് വരുന്നത്. നല്ല പശുവുണ്ട്, സെലക്ഷൻ ഇഷ്ടംപോലെ സെലക്ഷൻ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇറങ്ങി തപ്പി എടുക്കുക എന്നുള്ളതാണ് ടാസ്ക്. പശുവുണ്ട്, നല്ല പശുക്കളുണ്ട്. അവർ വലിയ വിലയൊക്കെ പറയുന്നുണ്ട്, നമ്മൾ നോക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ബാർഗൻ ചെയ്ത് എടുക്കുക. നമ്മുടെ മിഥുനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? മിഥുൻ കുഴപ്പമില്ല, പക്ക കൊള്ളാം. ഞങ്ങൾ വന്നപ്പോൾ മിഥുനാണ് സാധനങ്ങളെല്ലാം എടുത്തു തന്നെ. അതെ. ചേട്ടാ, നമുക്കിപ്പോൾ സ്കീമിലേക്ക് നമുക്കിപ്പോൾ പശുക്കൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേപ്പേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്കീമിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കമ്പൾസറി ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കണം. ഇവിടുത്തെ ഗവൺമെന്റ് ഡോക്ടറുണ്ട് ഇവിടെ, അവരുടെ അടുത്ത് നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കണം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് ഒരു പശുവിന് 100 രൂപ വീതം വെച്ച് കൊടുക്കണം. പിന്നെ അതുപോലെ ലാസ്റ്റ് വന്ന് ആരുടെ അടുത്ത് നമ്മൾ പശു എടുക്കുന്നോ അവരുടെ അടുത്ത് നിന്ന് വിലച്ചീട്ട് മേടിച്ചു കൊടുക്കണം. വിലച്ചീട്ടിൽ സ്റ്റാമ്പ് ഒട്ടിച്ച് അവർ തരും. അതിൽ നമ്മൾ ഈ ആരുടെ അടുത്ത് നമ്മൾ മേടിക്കുന്നോ അവരുടെ അടുത്ത് പ്രോപ്പർ അഡ്രസ്സും പിന്നെ ഒപ്പെല്ലാം മേടിച്ച് വിലച്ചീട്ട് കൊടുക്കണം. പിന്നെ ചെക്ക് പോസ്റ്റിൽ TR5 സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുക്കണം. ഇതാണ് പ്രൊസീജിയർ. പിന്നെ ലാസ്റ്റ് വണ്ടി ഇറക്കുമ്പോൾ പിന്നെ വണ്ടിയുടെ ട്രിപ്പ് ഷീറ്റും കൊടുക്കണം. അപ്പോൾ ഇത്രത്തോളം ഡോക്യുമെന്റ്സ് നമുക്ക് ആവശ്യമാണ്. ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പിന്നെ വിലച്ചീട്ട്, പിന്നെ TR5 സർട്ടിഫിക്കറ്റ്, മൊത്തം 3 ഡോക്യുമെന്റ് മെയിൻ ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ഉത്തരവാദിത്തോടെ എടുത്തു കൊടുക്കും. അത് നമ്മൾ ഫൈനൽ ഈ പണി നമ്മൾ ചെയ്ത് കൊടുക്കും എല്ലാവർക്കും. ഓക്കെ. ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരു സമയം എടുക്കും. ചെയ്ത് കൊടുത്താൽ അവർ ബാലൻസ് പൈസ തരുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. നമ്മുടെ സുഭാഷ് ബ്രോയുടെയും അതുപോലെ മിഥുൻ ബ്രോയുടെയും ഒക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു എപ്പിസോഡ് വരെ വരും.